ഇതാണ് നമ്മിപ്പോ വിളവെടുത്ത പൊന്നാങ്കണ്ണി ചീര. ഇത് പൊന്നാങ്കണ്ണി ചീരയുടെ പൗഡറാണ്. അപ്പൊ നമ്മ ഇത് നട്ടേക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് HDP ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്. നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു ബാഗിൽ നട്ടാൽ തന്നെ നമുക്ക് ഡെയിലി വിളവെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പൊന്നാങ്കണ്ണി ചീര ഉപയോഗിക്കാൻ വേണ്ടി കിട്ടും. അപ്പൊ ചീര നമുക്ക് ഒരു പ്രാവശ്യം നട്ടാ പിന്നെ ഒരിക്കലും ഈ ചീര നടേണ്ടിയും വരില്ല. അപ്പൊ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, കണ്ണിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കണ്ണിന്റെ കാഴ്ചക്കുറവ്, തിമിരം, കണ്ണിന്റെ ഞരമ്പിന്റെ പ്രശ്നങ്ങൾ, അതേപോലെ കൈകാല് മരവിപ്പ്, മുട്ടുവേദന, ഒരു സൗന്ദര്യവർദ്ധന ചീര കൂടിയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പ്രാവശ്യം നട്ടാ മതി, പിന്നെ നടേണ്ടിയേ വരൂല. യാതൊരു വളപ്രയോഗത്തിന്റെ ആവശ്യമില്ല. നമുക്ക് വേനൽക്കാലത്ത് നനച്ച് മാത്രം കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിന്റെ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഇതേപോലെ ചീര വിളവെടുത്തിട്ട് നമ്മ തണലിൽ ഉണക്കിയിട്ട്, ഇതിപ്പോ നമ്മ ഡ്രയറിൽ ഉണക്കി പൊടിച്ചു വെച്ചേക്കണതാണ്. നമുക്ക് പൗഡർ ആവുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥലം ഇല്ലാത്തവർക്കും അതേപോലെ തന്നെ വിദേശ ജോലി ഒക്കെ ചെയ്യണവർക്കൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ നമ്മ ഈ പൗഡർ ആക്കി യൂസ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാം. അപ്പൊ നമ്മ ഇത് ഈ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളത്തിലോ പാലിലോ തേനിലോ അല്ലെങ്കിൽ നമ്മുടെ കറികളിലോ നമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിലോ ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ അകത്ത് എന്നാ മതി പൊന്നാങ്കണ്ണി ചീര. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ചീരയാണ്. എല്ലാവരും എല്ലാ ദിവസവും ഈ ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എല്ലാവരും പൊന്നാങ്കണ്ണി ചീര നട്ടുപിടിപ്പിക്കണം.